From the makers of Muddy, today we have with us are the crew members of Jockey. ആ ബ്രീഡ് ഫൈറ്റിന് വേണ്ടിയുള്ള ബ്രീഡാണ്. അത് നമ്മൾ ട്രെയിൻ ചെയ്തെടുപ്പിച്ച് ഫൈറ്റിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കളത്തിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ മനുഷ്യന്മാരെ ഡീൽ ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആടുകളെ ഡീൽ ചെയ്യാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. தியேட்டர்ல பார்த்துட்டு நான் அழுறேன் பயத்துல, இது நானா அப்படின்ட்டு. എല്ലാം മനസ്സിലാക്കി നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം അവർ 100% അവരിൽ ഒരാളായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് തരുന്ന ഒരു അപ്രിസിയേഷൻ ഉണ്ടല്ലോ, അതാണ് ഒരു ആക്ടർക്ക് കിട്ടുന്ന ഒരു വലിയ അനുമോദനം എന്ന് പറയുന്നത്. ഒരു മൂഡ് നോക്കുമ്പോൾ ഈ വില്ലൻ ക്യാരക്ടേഴ്സിനെ ആയിരിക്കും അവർ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുക. ആന പറ, ആന അലറലോട് അലറൽ, அலரோடு அலறலோடு அலறல். Hi, hello, welcome to Celluloid. This is Nimsha Ram. From the makers of Muddy, today we have with us are the crew members of Jockey. Welcome guys. ஹாய். Hi. എല്ലാവരും സുഖമായിരിക്കണോ? സുഖം. ആക്ച്വലി ഇതൊരു തമിഴ് ഫിലിമാണ്, സോ ഐ എം ബിറ്റ് കൺഫ്യൂസ്ഡ്. എല്ലാവർക്കും മലയാളം അറിയത്തില്ലേ? എല്ലാവർക്കും മലയാളം അറിയാം. എല്ലാവരും മലയാളീസാണ്, ഒരാളൊഴികെ. എല്ലാവരും മലയാളീസ് ആണ്. ഓക്കെ, മലയാളി അല്ലല്ലോ? അല്ല, ഓക്കെ, ബട്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ് അല്ലേ മലയാളം? ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ഡയറക്ടർ. മഡ്ഡി ഫസ്റ്റ് മഡ് റേസിംഗ് മൂവിയാണ് ഇന്ത്യയിൽ. സോ അതിനുശേഷം ഇപ്പൊ ഒരു ഗോട്ട് റേസിംഗ് അല്ലേ, കെഡസൻഡൈ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക്? ആക്ച്വലി മഡ്ഡിക്ക് ശേഷം മഡ്ഡി 2-നാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റെല്ലാം. പക്ഷേ മധുരയിൽ പോയി കെഡാസൻ്റെ ഞാൻ നേരിട്ട് കണ്ടു. അപ്പോൾ അവിടെ നിന്നൊരു സ്പാർക്ക് കിട്ടി. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ആയി തോന്നി. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോയി സ്റ്റഡി ചെയ്തു. അപ്പോൾ അതിലും കൂടുതൽ ഇൻട്രസ്റ്റ് ആയി തോന്നി. അങ്ങനെ ആ കണ്ടന്റ് എടുത്ത് ചെയ്തു. ആക്ച്വലി ആടുകളുടെ കൂടെ 3 വർഷം ജീവിച്ചു അല്ലേ? ആട് ജീവിതമായിരുന്നു അല്ലേ? 3 വർഷം ആടുകളുടെ കൂടെ ജീവിച്ച് പഠിച്ചു ഞാൻ എവിടെയോ. അതെ, 3 വർഷം പറഞ്ഞാൽ ഇത് ആക്ച്വലി മധുരൻ്റെ ഉള്ളൊരു സ്പോട്ട് നമ്മൾ വെറും സ്പോട്ടായിട്ടല്ല കാണുക, അതൊരു ഇമോഷണൽ കൾച്ചർ എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ ചെറിയൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ ആട് ഒരു ഏജ് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ഇതിനെ തലയോട്ടി എടുത്തിട്ട് പൂജാ റൂമിൽ കൊണ്ടുപോയിട്ട് പൂജിക്കും അവർ. അതാണ് അവരുടെ ഇമോഷണൽ ഡെപ്ത്, അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പോയിട്ടൊരു മലയാളീസ് പോയിട്ട് അവരുടെ ഇമോഷണൽ കൾച്ചറിനുള്ളിൽ പോയി കൈവയ്ക്കുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്ത് അറിയാതെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അടക്കം അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ബാധിക്കും. അതായത് തമിഴൻ സാഡായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണെന്നാണോ? അതെ, ഈ കെഡാസന്റെ തമിഴ് കൾച്ചറുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ് ഇമോഷണലി. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അത്രയും ഡീറ്റെയിൽ സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്യുമ്പോഴാണ് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുക. അപ്പോഴാണ് നമുക്ക് അവരിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ സാധനം തന്നെ മാക്സിമം ഒരു സിനിമാറ്റിക് മോഡിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനാണ് ഈ 3 years. ആക്ച്വലി ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്തുകൊണ്ട് ഇത് മലയാളത്തിൽ എടുത്തില്ലാന്ന്. അപ്പോൾ മനസ്സിലായത് എങ്ങനെയായിരിക്കും ഇത് മലയാളത്തിലാണ് ഒരു ഇല്ല, മലയാളത്തിൽ എടുക്കേണ്ട ഒരു കണ്ടന്റ് അല്ല അത്. കാരണം അവന്റെ നാട്ടിൽ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ കെഡാസന്റെ ആടിനെ വെച്ചുള്ള അതൊന്നും ഇല്ലല്ലോ. അവിടെയാണ് അത് അവര് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത്. അവന്റെ പാർട്ട് ഓഫ് ലൈഫിൽ ഭയങ്കര ബ്ലെൻഡായി കിടക്കുന്നത്. അത് അവിടുത്തെ കണ്ടന്റ് ആണ്. യുവാൻ കൃഷ്ണൻ ആക്ച്വലി നായകൻ, ഇത് റിദാൻ കൃഷ്ണൻ വില്ലൻ. നിങ്ങൾ ബ്രദേഴ്സ് ആണ്. ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിലും മധുരയിലെ ആളാണ് നായകൻ, ഞാനാണ്. ഇതിലാരാ ആക്ച്വലി ഇതിലെ നായകൻ? ഞാനാണ്. ബ്രദേഴ്സ് അല്ലല്ലോ അല്ലേ? അല്ല, കൃഷ്ണൻ ബ്രദേഴ്സ് അല്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു മഡ്ഡിയിൽ ഓൾസോ നിങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത് അല്ലേ? എന്താണ് നിങ്ങൾ തമ്മിലുള്ള റാപ്പോ അഗെയിൻ? ഇല്ല, ബേസിക്കലി ഞങ്ങൾ 3 പേരും പാലക്കാട് നിന്നാണ്. പിന്നെ നല്ല ബോണ്ടിങ് ആണ്. ആ ഒരു കോംബോ തന്നെയാണ് ഇതിലും വർക്കൗട്ട് ആയിരുന്നു. മടിയിലും ഞങ്ങൾ ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ആ കണ്ടന്റും ചെയ്തിട്ടുള്ളത്. അതും ഒരു 4x4 മഡ് റേസ് മൂവി. അതും ഫസ്റ്റ് ടൈമാണ് സ്ക്രീനിൽ വരുന്നത്. ഇതും അതേപോലെ തന്നെയാണ് ഒരു കെഡാസൺഡേ, ആടുകളെ തമ്മിൽ ഇടിക്കുന്ന ഒരു മത്സരം. അതും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം അതിന് കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി കണ്ടെത്തും. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യണം. അതേപോലെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവണം, മനസ്സിലാവണം എന്തുകൊണ്ട് അത് റിസ്ക് എടുക്കണം, എടുത്താൽ എത്ര നന്നാവും എന്നെല്ലാം നമ്മൾ പരസ്പരം മനസ്സിലാക്കുമ്പോഴാണല്ലോ ആ കണ്ടന്റ് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക.
അപ്പം ഒരു 3 years ഇപ്പോൾ ഒരു ഡയറക്ടറുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അത് മനസ്സിലാക്കി ആ റിസ്ക് എടുത്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അതിലൊരു അഡീഷണൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കെഡാസൻ്റെ കളത്തിൽ തന്നെ ചില സ്പോട്ട് ഇതൊക്കെ ഉണ്ടാവും. ആട് എങ്ങനെ അടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ചിലപ്പം. അങ്ങനെയുള്ള ഒരു റിസ്ക്കും കൂടി അതിലുണ്ട്. ആടിനെ ആക്ച്വലി നിങ്ങളാണോ ഫൈറ്റ് പഠിപ്പിച്ചതോ അവർക്ക് ഓൾറെഡി അറിയാം? അങ്ങനെയല്ല, ആ ബ്രീഡ് ഫൈറ്റിന് വേണ്ടിയുള്ള ബ്രീഡാണ്. അത് നമ്മൾ ട്രെയിൻ ചെയ്ത് അടുപ്പിച്ച് ഫൈറ്റിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു ഫൈറ്റിംഗ് മോഡുള്ള ആടെ കളത്തിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ ട്രെയിൻ ചെയ്ത ആടാന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കില്ല എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ റിസ്ക് ഫാക്ടർ അതിലുണ്ട്. അപ്പോൾ ആ റിസ്ക് മനസ്സിലാക്കണം, അത് ഹാൻഡിൽ ചെയ്യണം, ആ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഒരു ടീം വർക്കിൽ ഇത് പറ്റുള്ളൂ. ആ ടീം വർക്ക് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മടിയിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് കിട്ടി, ആ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തു. ഓക്കെ, ആടുകളായിട്ട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ? അങ്ങനെയല്ല, ആടിൻ്റെ ആണല്ലോ. അല്ല, എനിക്ക് ഫുൾ ത്രൂ ഔട്ട് മൂവിയിൽ ആടുമായിട്ട് തന്നെയാണ് വരുന്നത്. എനിക്ക് ഒരു ആടുണ്ട്, അതുമായിട്ടാണ് മുഴുവൻ ത്രൂ ഫീൽഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പാലക്കാട് നിന്ന് മധുരയിൽ പോയിട്ടുള്ളൊരു സ്ഥലത്ത് പോയി അവരുടെ കൾച്ചറിൻ്റെ ഉള്ളിൽ അവരുടെ ഒരു വീരവിളയാട്ടെന്ന് പറയാം, ജല്ലിക്കെട്ട്, അതേപോലെ കെഡാസണ്ട്, കോഴിപ്പോര്, പിന്നെ കബഡി, ക്രിക്കറ്റ്, അതെല്ലാം നമ്മളൊരു പുറമേ നിന്നുള്ളൊരു ഗെയിം പോലെ കാണുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ അത് അത്രത്തോളം ബ്ലഡിൽ ലയിച്ച് ചേർന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൽ പോയി കൈവയ്ക്കുമ്പം നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ സ്റ്റഡി ചെയ്യണം. അപ്പോൾ അതിന് ശേഷം അവിടെ പോയി താമസിച്ച്, ഇവിടെ നിന്നെല്ലാം മാറി അവിടെ പോയി താമസിച്ച് അവിടെ ആടിനെ മേടിച്ച് ഒരു നോർമൽ ഒരു മധുരക്കാരൻ എങ്ങനെ അവൻ്റെ സ്വന്തം ആടിനെ വളർത്തി ട്രീറ്റ് ചെയ്ത് അവൻ മത്സരത്തിന് കൊണ്ടുപോയി അവൻ വിജയിച്ച് കൊണ്ടുവരുന്നോ വീട്ടിലേക്ക്, അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇമോഷൻസും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ അവരിൽ ഒരാളായിട്ട് ഫീൽ ചെയ്യിപ്പിച്ച് അവർക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനാണ് 3 years എടുത്തിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ഇന്നലെ FDFS കണ്ടത് മധുരയിലാണ്. ആ ഒരു ഫീല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തിയേറ്ററിലുള്ള ഞങ്ങളുണ്ടായിരുന്ന തിയേറ്ററിൽ അവരുടെ കൂടെ തമിഴ്നാട്ടിലെ കെഡാസൻ്റെ ചെയ്തിരിക്കുന്ന ആ ആൾക്കാരുടെ കൂടെ നമ്മളിരുന്ന് മൂവി കാണുമ്പം അവർ ക്ലാപ്പ് ചെയ്യുന്നതും ഓരോ ഡയലോഗ് പറയുന്ന സമയത്ത് എവിടെ ക്ലാപ്പ് വീഴുന്നു എന്നുള്ളതും എല്ലാം മനസ്സിലാക്കി നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം അവർ 100% അവരിൽ ഒരാളായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് തരുന്ന ഒരു അപ്രിസിയേഷൻ ഉണ്ടല്ലോ, അതാണ് ഒരു ആക്ടർക്ക് കിട്ടുന്ന ഒരു വലിയ അനുമോദനം എന്ന് പറയുന്നത്. അതെനിക്ക് അവിടെ നിന്ന് ആ ഫീല് കിട്ടിയായിരുന്നു. ആക്ച്വലി നമ്മൾക്ക് ഈ മനുഷ്യന്മാരെ ഡീൽ ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആടുകളെ ഡീൽ ചെയ്യാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആടിനെ ഡീൽ ചെയ്യാനാണ് കുറച്ചും കൂടെ ബെറ്ററാണ്. അങ്ങനെയല്ല, നമ്മൾ ഏതൊരു മൃഗത്തിൻ്റെ അടുത്തും എങ്ങനെ നമ്മൾ അതിനെ ബിഹേവ് ചെയ്യുന്നു അത് തിരിച്ചതേപോലെ തരും. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോഗും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കതിനെ മെരുക്കിയെടുക്കാൻ പറ്റും. നമ്മളൊക്കെ ഒരു അല്ലെങ്കിൽ 2-3 നേരത്തെ ഫുഡ് കൊടുത്താലടക്കം പറ്റും. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ബ്രീഡല്ല. ഇതെന്ന് പറയുന്നത് ഓൺലി ഈ കെഡാസണ്ടയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ബ്രീഡാണ്. അപ്പോൾ അതിന് ഓൾറെഡി അടിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആടിനെ നമ്മളുടേതായിട്ടുള്ള രീതിയിലേക്ക് വളർത്തി വലുതാക്കി അതിനെ നമ്മളുടെ സൗണ്ട് കേട്ടിട്ട് വേണം ഈ ആട് മറ്റേ ആടിനെ അടിക്കാൻ. അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൗണ്ട് അതിൻ്റെ കൂടെ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ സൗണ്ടാണ് എത്ര ഫോഴ്സിൽ ആട് മറ്റേ ആടിനെ ഇടിക്കണോ എന്നുള്ളത്. കാരണം 2 പേരും ടെക്നിക്കലി നോക്കുന്ന അവിടെ നിൽക്കുന്ന എതിർ ആടാണെങ്കിലും അതിൻ്റെ കെടാകട്ടാരി ഉണ്ടാവും, അവനും ഇതേ കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആടിനെ കണ്ട് ആ ആടിന് എന്താണ് കുറവ്, അതിൻ്റെ ടൈമിങ് എത്രയാണ് എടുക്കുന്നുണ്ട്, നമ്മളുടെ ആടിന് എന്താണ് പോസിറ്റീവ്, നമ്മളുടെ ആട് എത്ര ടൈം എടുക്കുന്നുണ്ട്, അവിടെ നിന്ന് ആ ആട് എത്തുന്ന ടൈം, നമ്മളുടെ ഇവിടെ നിന്നുള്ള ആട് എത്തുന്ന ടൈം, നമ്മളുടെ സൗണ്ട് എത്ര നമ്മൾ കൊടുക്കുന്നുണ്ട് ആടിന് സപ്പോർട്ടായിട്ട്, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വരുമ്പോഴാണ് ഒരാട് ജയിക്കുന്നതും വേറെ ആൾ തോൽക്കുന്നതും. അതേപോലെ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആടിനെ ഇറക്കുന്നത്, ആടിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇതിൽ കാര്യം. ആടിനെ വേറൊരു ആട് ഓപ്പോസിറ്റ് കണ്ടാൽ എന്തായാലും അടിക്കും. ഈ ആടിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതായത് ഇറങ്ങട എന്ന് പറയുന്ന സമയത്ത് അതിങ്ങനെ ബാക്കിലോട്ട് സ്റ്റെപ്പ് വയ്ക്കും. ഇതിൽ 2 ആടില്ലേ, ഒരാടാണോ? അല്ല, ഹീറോന് ഒരാടാണുള്ളത്, വില്ലന് ഒന്നിൽ കൂടുതൽ ആടുകൾ. അതെ, അപ്പൊ ഈ 3 ആടുകൾ 2 ആടുകളുണ്ട്. ഒരാളിനെ കൊണ്ടുവരും, വേറെ ആള് വേറെ ആളിനെ കൊണ്ടുവരും. അല്ല, ഈ 2 ആടുകളെയും വളർത്തി അങ്ങനെയല്ല വലുതാക്കി നിങ്ങളല്ലേ പഠിപ്പിച്ചെടുത്തേക്കുന്നേ. അപ്പൊ നിങ്ങൾ ഇതിന് കാര്യമുണ്ടോ, അതോ നിങ്ങളെയും ഇരിക്കുമോ? ഇതിന്റെ ബ്രീഡ് അനുസരിക്കും. ചില ആടുകൾ പെട്ടെന്ന് മിങ്കിളായി ഭയങ്കര അറ്റാച്ച്ഡ് ആവും. ചില ആട് എന്ത് ചെയ്താലും കളത്തിൽ പോയി കഴിഞ്ഞാൽ അത് സ്വഭാവം മാറും. അതിപ്പോ നമ്മുടെ കൂടെയുള്ള ആളാണെന്ന് അത് നോക്കും. അല്ല, നിങ്ങളോട് എങ്ങനെയാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം? എനിക്ക് ആടുകളെ പറ്റി പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യണം, നമുക്ക് നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷെ എന്നാലും ചില സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ ഒരു എന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും? അടി എസ്പെഷ്യലി അമ്മു അല്ല അഭിരാമിയുടെ കേസിലാണ് നോർമലി ഗേൾസിന് മൃഗങ്ങളോടൊരു പേടി ഉണ്ടാവാറുണ്ട്. എനിക്ക് എങ്ങനെയുണ്ട്, അമ്മുക്ക് എങ്ങനെ പേടിയാണോ? பயம் பயம் இருக்கா? இல்ல ஆக்சுவலி சாரி நான் தமிழ்ல வந்து இல்ல தமிழ் சம்சாரிச்சு எனக்கு தமிழ் எனக்கு அனிமல்ஸ் வந்து ரொம்ப பிடிக்கும். அதனால கொஞ்சம் நான் போய் அவங்கள பெட் பண்ணணும் கொஞ்சணும்னு ரொம்ப ஆசைப்படுவேன். ஸோ அப்போ எனக்கு கொடுத்த டீம் கொடுத்த ஒரே வார்னிங் வந்து வில்லனோட கெடா கிட்ட போகாதீங்க. ஓகே. ஆனா ஹீரோ அண்ட் அவங்களோட கெடா காளி வந்து ஹி இஸ் வெரி கெடா மீன்ஸ் ஆடு. தட் ஃபைட்டர் கோட் வந்து கெடான்னு சொல்லுவோம். ஸோ அந்த கெடா வந்து காளி வந்து ஹி இஸ் வெரி ஃப்ரெண்ட்லி. அவன் வந்து என்ன கொஞ்சம் விட்டான். ഓക്കെ. നായകന്റെ ആടിന്റെ പേരാണ് കാളി. കാളി. വില്ലന്റെ ആടിന്റെ പേര്? വില്ലന്റെ ആടിന്റെ പേര് അണികുണ്ട്, അകരാതി, അങ്ങനെ പല ടൈപ്പുകൾ. ജോക്കി ആരാ? ജോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ആടിന്റെ കൂടെ നിന്ന് അതിനെ ട്രെയിൻ ചെയ്യുന്ന വ്യക്തി ആളാണ് ജോക്കി അല്ലെങ്കിൽ കെടാക്കട്ട. അങ്ങനെ ഒരു കഥാപാത്രം വേറെ ഉണ്ടോ? ഇല്ല ആ ഫൈറ്റിന് കൊണ്ടുവരുന്ന ആളിനെയാണ് ജോക്കി എന്ന് പറയുന്നത്. ഇപ്പം എനിക്കൊരു ആടുണ്ടെങ്കിൽ ഞാൻ വളർത്തി ട്രെയിനിങ് കൊടുത്ത് എൻ്റെ ആടിനെയും കൊണ്ട് ഞാൻ കളത്തേക്ക് വരും. അപ്പം ആ ആടിൻ്റെ ജോക്കിയാണ് ഞാൻ. അതായത് വേറെ ഒരു വ്യക്തി വളർത്തിയ ആടിനെ നമുക്ക് ഒരിക്കലും പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് അവനെ തന്നെ പറ്റുള്ളൂ. ആ ആടിൻ്റെ അടുത്ത് അവൻ എത്ര ടൈം സ്പെൻഡ് ചെയ്ത് അത് അവൻ പറയുന്നത് കേൾക്കുന്നത് ആക്കുക എന്ന് പറയുന്നതാണ് വലിയ ടാസ്ക് ഇതിൽ. അത് നമ്മളിപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 1 ഇയറോ പോയി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലൊന്നും അതിൻ്റെ ഒറിജിനൽ മുതലാളിയുടെ നിന്ന് നമ്മുടെ അടുത്തേക്ക് വരില്ല. അത് അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. എന്നതിന് ശേഷം ആളിനെ മറന്ന് നമ്മളുടെ അടുത്തേക്ക് അത് മുഴുവനായിട്ട് മാറണം. എന്നാലാണ് നമ്മൾ പറയുന്നത് അത് കേൾക്കുള്ളൂ. ആ ഒരു ടൈം പ്രോസസ്സ് ഉണ്ട്. അതാണ് ഭയങ്കര ടൈമിങ് എടുക്കുന്നത് അതിന്. സോ അപ്പൊ അഭിരാമിക്ക് നായകന്റെ ആടിനെ ஃப்ரெண்ட் காளி வீடியோ கூட இருக்கு. ஷூட்லாம் போனா கூட நான் வந்து தடவி கொடுத்துட்டே இருப்பேன். அது அப்படியே தூங்கிடும். அது ரொம்ப ஃப்ரெண்ட்லி. ஆனா அதோட ஃபைட் சீக்வன்ஸ் பார்க்கும்போது இதுவா அது ഈ മാടിന്റെ മനുഷ്യരുടെ ഇടയിലുള്ള ജീവിതത്തിൽ which is easier for you? മാടാണോ ആടാണോ or these people? any animal is easy than human being including me. ജല്ലിക്കെട്ടിന് പോകുന്ന മാടില്ലേ, കാള, ആ സാധനത്തിനെയും അവര് ചെറുപ്പം മുതൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. അതും ഞങ്ങൾ പോയി പ്രാക്ടീസ് ചെയ്തതാണ്. 3 വർഷം കൊണ്ട് വളർന്നതാണോ ഈ ആട്? അപ്പൊ ജനിച്ച കുഞ്ഞ് അതിനൊക്കെ അത്ര വയസ്സേ ഉള്ളൂ. അതിന്റെ സൈസ് നമ്മൾ വെക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റിയാണ്. അതായത് നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് പ്രോട്ടീൻ ഫുഡ് കഴിക്കില്ലേ, അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. നോർമൽ കിടയെന്ന് മാറിയിട്ടുള്ള ഈ ബ്രീഡിനെ നമ്മൾ എടുത്തതിന് ശേഷം ഇതിന് ഫുഡും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് കൊടുത്ത് അതിനെ സെപ്പറേറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. എന്നതിന് ശേഷം അതിനെ ഇടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇത് തമിഴിൽ നല്ലൊരു അക്സെപ്റ്റൻസ് ആണല്ലേ രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. ഇതുവരെ ആരും ചെയ്യാത്ത കണ്ടന്റ് തെരഞ്ഞു നടന്ന് ചെയ്യുന്നത് കൊണ്ട് മടിക്ക് വേണ്ടിയിട്ട് 4 വർഷം എടുത്തു. ഈ പടത്തിന് വേണ്ടിയിട്ട് 3 വർഷം എടുത്തു. 2 പടം ചെയ്യാൻ 7 വർഷം ആളുടെ കൂടെ സഞ്ചരിച്ചു. ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ ഇപ്പം മൊത്തം ഇത്രയും ആർട്ടിസ്റ്റുകൾ, ഇത്രയും പടങ്ങൾ, ഇത്രയും മൂവീസ് വരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഒരു ഗോഡ് ഗ്രേസ് എന്ന് പറയുന്നത് ഇതുവരെ ആരും ചെയ്യാത്ത 2 പടങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതുവരെ ആർക്കും ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് വിട്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതും ട്രൈ ചെയ്ത് ഏകദേശം 30% ഷൂട്ട് ചെയ്ത് സിംഗിൾസ് അടക്കം റിലീസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നതിന് ശേഷം അവർക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. നമ്മൾ ഇത്രത്തോളം 3 വർഷം ഹാർഡ് വർക്ക് ചെയ്ത്, മൊത്തം 3 വർഷമല്ല 7 വർഷം ഹാർഡ് വർക്ക് ചെയ്ത് 2 പടം എൻ്റെ ലൈഫിൽ എന്ന് പറയുന്നത് മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്യാത്ത 2 പടം ചെയ്തു. അത്രയും വലിയ റിസ്ക് ആണ് ഏറ്റെടുത്തത്. അമ്മു എന്നുള്ള പേര് രാക്ഷസൻ മൂവിയിലേ വന്നതാണോ? ആമാ. ഓക്കെ. അമ്മു അഭിരാമി. ഓക്കെ. രാക്ഷസൻ 2 വരുന്നുണ്ടോ? നോ ഐഡിയ. രാക്ഷസൻ only ആണ്. രാക്ഷസൻ ആക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഹൗ ഓൾഡ് I was 15 and towards 15 end when we started shooting. அப்புறம் ரிலீஸ் ஆனது கொஞ்சம் டிலே ஆச்சு. போஸ்ட் ப்ரொடக்ஷன் ஒர்க் ஒரு 2 years கிட்ட டிலே ஆகி தான் ரிலீஸ் ஆச்சு. ஸோ 16 வயசு 15லேருந்து 16 வயசு அப்போக்குள்ள ஷூட் பண்ணி முடிச்சது. So you actually whether you were scared during that time because Rakshasan was a kind of psycho movie, right? எனக்கு தெரியாது அது சைக்கோ கதை கேட்டாங்க. ஸோ டைரக்டரும் அப்பாவும் தான் பேசிக்கிட்டாங்க. எனக்கு தெரியாது நான் சாவேன் அந்த படத்துல, அதுவும் இப்படி சாவேன்.
தியேட்டர்ல பார்த்துட்டு நான் அழுறேன் பயத்துல, இது நானா அப்படின்ட்டு. Ghost, if it was ghost, we can tell it is imaginary. It's a superstition, but சொல்லல because I was a kid அப்போ. but psycho படம் சொல்லல. அப்பா என்னப்பா ஓகே சொல்லிருக்க அந்த மாதிரி சொல்லி நான் கேட்டேன். படம் தானே அப்படின்னாரு. After Rakshasan 2, when you come to Jockey, what is your expectation? வெரி ஹாப்பி. எனக்கு ஃபர்ஸ்ட் ஆஃப் ஆல் நான் எல்லா இன்டர்வியூலும் இதை நான் வந்து சொல்கிறது என்னென்னா, இவங்களோட ஹார்ட் ஒர்க்கில் எனக்கு ஒரு கிரெடிட் கிடைக்குது, எனக்கு ஒரு குட் நேம் கிடைக்குது. ஐ எம் கிரேட்ஃபுல் ஃபார் த டீம் ஜாக்கி. இவங்களோட அந்த பேஷன் அண்ட் ரிசர்ச் இருக்குல்ல, லைக் இப்போது நீங்கள் சொன்ன மாதிரி மலையாளமில் அவ்வளோ, கேரளாவில் அவ்வளோ விஷயங்கள் இருந்தும் அந்த ஒரு கெடா சண்டை பார்த்து ஒருத்தவங்க புதுசாக கொடுக்கணும்னு இன்ஸ்பயர் ஆகி அவங்க ஒரு நியூ கல்ச்சருக்கு வந்து அங்கேருந்து கற்றுக்கிட்டு, எதுவுமே இப்போது அந்த ஆடு சீக்வன்சஸ் எதுவுமே வந்து சிஜி கிடையாது, எல்லாமே ரியலாக ரொம்ப ராவாக ரஸ்டிக்காக வந்து இவங்க ஹார்ட் ஒர்க் பண்ணி அந்த கெடாவை வளர்த்து, ஷூட்டில் கூட கட் சொல்லிட்டா இவங்க 2 பேர் போய் உட்கார மாட்டாங்க, யுவன் அண்ட் ரிதன் சார். தே ஹாவ் டு ஹேண்டில் த கெடா பிகாஸ் இவங்க தான் ஜாக்கி ரியல் லைஃப்லேயே. ஸோ இவங்க பேச்சை மட்டும்தான் அந்த கெடா கேட்கும். ஸோ அவ்வளோ ஹார்ட் ஒர்க் போட்டு ஒரு மூவியை வந்து தமிழில் ரிலீஸ் பண்ணுறாங்க, ப்ளஸ் மலையாளம் ஆடியன்ஸ்க்கும் நியூவாக ஒரு எக்ஸ்பீரியன்ஸ் கொடுக்கணும்னு பண்ணுறாங்க. இட்ஸ் அ வெரி பிக் திங். ஸோ டு பி அ பார்ட் ஆஃப் சச் மேசிவ் ஹார்ட் ஒர்க், எனக்கு வந்து ஐம் கிரேட்ஃபுல் டு காட் அண்ட் ஜாக்கி டீம். What about your character in this film? என்னோட கேரக்டர் பேர் மீனாட்சி. ஸோ மதுரைனாலே மீனாட்சி அம்மன் கோயில். ஸோ எனக்கு அந்த நேம் வச்சதே ஐ வாஸ் வெரி ஹாப்பி. எனக்கு மெயினாக என்ன ரொம்ப பிடிச்சதுன்னா, இப்போ இது வந்து இட்ஸ் அ கமர்ஷியல் படம், எல்லாமே இருக்குது படத்தில், வெறும் சண்டை மட்டும் இல்லை, இட்ஸ் அ லவ், ஃப்ரெண்ட்ஷிப், சேட்னஸ் எல்லாமே இருக்கும். ஸோ அதில் வந்து லவ் போர்ஷனில் மீனாட்சி வருவேன். கதைக்கு எவ்வளோ தேவையோ அதுக்கான இம்பார்ட்டன்ஸ் கொடுத்துருக்காங்க. அண்ட் ஸ்டீரியோ டைப்பாக இருக்காது. இப்போ மதுரைனாலே ஒரு ஸ்டீரியோ டைப் ஒன்று இருக்கும், பாவடை தாவணி போட்டுட்டு அதுக்கு ஒரு டிப்பிக்கல் ஹேர் ஸ்டைல். நான் அப்படி தான் நினச்சேன். ஆனால் எனக்கு ஒரு மதுரை பொண்ணை பார்க்குற மாதிரியே தான் இருந்தது மீனாட்சியோட ரைட்டிங். அங்கே போய் பார்க்கும்போது அங்கேயும் இப்போது நம்மள மாதிரி ஸ்டைலிஷாக ட்ரெஸ் பண்ணுற ஆட்களும் இருப்பாங்க. அதெல்லாம் ரொம்ப யதார்த்தமாக அவர் കാമിച്ചിരുந்தாரு. ஸோ தட் ஐ ரியலி லைக். പിന്നെ നേരത്തെ സംസാരിക്കാൻ പറഞ്ഞു നായകൻ ഇവനാണെങ്കിലും വില്ലനായിട്ട് കാണുന്ന ഇവനെയും നായകനായിട്ട് തന്നെയാണ് കാണുന്നത്. വൈസ് ആയിട്ട് എന്തോ പറ്റിയ ഇല്ല, മധുരയില് ഒരു ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രേ ഷെയ്ഡാണ്. പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള പ്രൈഡ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു കെഡാ സൺഡേ വിടുന്ന സമയത്ത് അത് ജയിക്കണം, അതിൽ നിന്ന് ആ ഒരു പ്രസ്റ്റേജ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാപ്ര കാർത്തി. അപ്പം അതിൽ അവിടെ അവൻ്റെ ശരികളുണ്ട്. ആ ശരികൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ ഭാഗങ്ങളിൽ ശരിയായിരിക്കാം, എനിക്കറിയില്ല. അത് എങ്ങനെ ആ മക്കൾ എടുക്കുന്നതിന് ബേസിച്ചിരിക്കും. യഥാർത്ഥത്തിൽ അപ്പം വില്ലൻ ഇതാണോ? അല്ല, അങ്ങനെയല്ല. അതായത് മൂവീനെ വെച്ച് നോക്കുമ്പോൾ ഹീറോ വില്ലൻ തന്നെയായിരിക്കും. വില്ലൻ വേറെ ക്യാരക്ടർ, ഹീറോ വേറെ. പക്ഷേ മധുരേൻ്റെ ഒരു മൂഡ് നോക്കുമ്പം ഈ വില്ലൻ ക്യാരക്ടേഴ്സിനെ ആയിരിക്കും അവർ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുക. കാരണം അവർക്ക് കൂടുതലായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുന്ന, സെലിബ്രേഷൻ കൂടുതലും വില്ലൻ ക്യാരക്ടർ ഉണ്ടാവാം. ഒരുപക്ഷെ മലയാളത്തിൽ നമ്മൾ ഒരുപാട് ആരാധന തോന്നുമ്പം ലാലേട്ടനെയാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും നമ്മൾ അങ്ങനെയാണ് ഏട്ട അതുപോലെയൊക്കെയാണ് വിളിക്കുക. പക്ഷേ തമിഴ്നാട്ടിൽ ദളപതി, തലപതി, തലൈ ആ ഒരു ലെവലാണ്. വിച്ച് വൺ നിങ്ങൾ ഏതാണ് എൻജോയ് ചെയ്യുന്നത്? അവിടെയുള്ള ആ ഒരു റെസ്പെക്ട്ഫുള്ളി ഉള്ളതാണോ, ഇവിടെയുള്ള ലവിങ് കെയർ ആണോ? വിച്ച് വൺ ഡു യു ലൈക്ക് മോസ്റ്റ്? രണ്ടും രണ്ട് രീതിയാണ്. ഇവിടെ എന്ന് പറയുമ്പം നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വരുന്നത് ലാലേട്ട, മമ്മൂക്ക ഇത് തന്നെയാണ് നമ്മുടെ മൈൻഡിൽ, അത് കയറിയിരിക്കുന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ദളപതി, ആരാധനയാണല്ലേ? അതെ അതെ അതെ. അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു സെലിബ്രേഷൻ കൈൻഡ് ഓഫ് ഇതാണ് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കെയർ ആൻഡ് ലവ് അവിടെ ഉണ്ട്. അത് ഇവിടെ നമ്മൾ അങ്ങനെ കാണുന്നു, അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വേർഡുകൾ യൂസ് ചെയ്യുന്നു. ഈ മൂവിയുടെ വരുമ്പോൾ അക്സെപ്റ്റൻസിന്റെ കാര്യം വരുമ്പോൾ മലയാളികളാണോ കൂടുതൽ ഇതുപോലുള്ള മൂവീസ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അതോ തമിഴൻസ് ആണോ? മലയാളീസ് എപ്പോഴും കണ്ടന്റ് നന്നായാൽ നമ്മൾ ലാംഗ്വേജ് നോക്കാറില്ല. ഏത് ലാംഗ്വേജും ആ കണ്ടന്റിനെ സപ്പോർട്ട് ചെയ്യും. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രേഷൻ മൂഡാണ്. അവർക്ക് കുറച്ചും കൂടിയും സെലിബ്രേഷൻ ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ടായിരിക്കണം. അപ്പം ഇപ്പം മലയാളം മൂവീസ് കൂടുതൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ഒരുപാട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും മാറ്റങ്ങളുണ്ട്. പിന്നെ യൂണിവേഴ്സലി ഒരു മൂവി ഒരു എന്റർടൈനർ, ഒരു കണ്ടന്റ് ആണ്. അത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പോയി കാണും, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നു. പക്ഷെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ മലയാളം മൂവീസ് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ആണ് ചെയ്യാറ്. പക്ഷെ കുറച്ചും കൂടെ ഫാന്റസി, റൊമാൻസ് അതൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ തമിഴ് ഓഡിയൻസ്? അതെ 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 അതെ. പക്ഷെ ഇപ്പം റിയലിസ്റ്റിക് ആയിട്ട് അവരും ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അതാണ് ഇപ്പം മലയാളം സിനിമയ്ക്ക് അവിടെ അത്ര അക്സെപ്റ്റൻസ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഒരു പുതിയൊരു മൂവി എടുക്കുകയാണെങ്കിൽ ഏത് കൈൻഡ് ഓഫ് മൂവി എടുക്കാനാണ്?
ഞാൻ മഡി 2 ആണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് തന്നെ 2 പാർട്ട് ഇനിയും ഉണ്ട്, സീക്വലും പ്രീക്വലും ഉണ്ട്. അപ്പം ഇനി സിനിമ എന്ന് പറഞ്ഞ നിമിത്തമാണല്ലോ, അത് ഏതാണ് എങ്ങനെയാണ് ഓണാവുക പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഒരു മഡി 2 ഉണ്ടാവും, ഇതിൻ്റെ ഒരു പാർട്ടും ഉണ്ടാവും. മലയാളം അറിയില്ല എന്നല്ലേ പറഞ്ഞത്. ആക്ച്വലി ഞാൻ മുന്നേ ഒരു ടങ് ട്വിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ, ഞാൻ തെറ്റിച്ചിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ തെറ്റിക്കില്ല. മലയാളം ടങ് ട്വിസ്റ്റർ ചോദിക്കട്ടെ, പറയോ? ഇത് പക്ഷേ വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. ആന പറ. ആന. അലറലോട് അലറൽ പറ. അലർലോഡ്. അലറലോട് അലറൽ. ആന അലറലോട് അലറോഡ് അലറലോഡ് അലറൽ. പറഞ്ഞില്ലേ? ഇനി അടുത്തത് പറയട്ടെ. തിരുവനന്തപുരം. തിരുവനന്തപുരം. പഴയ. പഴയ. തിരുവനന്തപുരം അല്ല. തിരുവനന്തപുരം അല്ല. നന്നായിട്ട് പറഞ്ഞു. ചോദിക്കുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ കുഴപ്പമില്ല. ഇനിയിപ്പോ മലയാളം മൂവീസിലൊക്കെ കിട്ടും അല്ലേ? അടുത്ത നെക്സ്റ്റ് ഇന്റർവ്യൂല് ഞാൻ ഫ്ലുവന്റ് മലയാളത്തില് സംസാരിക്കും. ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്തോളൂ മലയാളം പറഞ്ഞിട്ട്. ആഫ്റ്റർ ഗോയിങ് ടു ചെന്നൈ ഫസ്റ്റ് ഡെഫിനറ്റ്ലി ഷീ ഷുഡ് ആക്ട് അല്ലേ? റൊമാൻറ്റിക് മൂവീസ് എടുക്കില്ലേ? ആരായിരിക്കും നായകനായിട്ട് കാസ്റ്റ് ചെയ്യാ? റൊമാൻറ്റിക് മൂവി മാത്രമായിട്ട് എനിക്ക് എന്താ പറഞ്ഞാൽ ഓരോ ഓരോ ഡയറക്ടേഴ്സിൻ്റെ തോട്ട്സ് ആണല്ലോ ഓരോ മൂവി. അപ്പം ചില ആൾക്കാർക്ക് ചില ജോണർ നന്നായിട്ട് വർക്കൗട്ട് ആവും, ചിലർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ അഭിരാമിക്കാതെ നമ്മളൊരു പക്ഷെ അതിൽ ടോവിനോ ബേസിൽ വേണം, അത്രേ ഉള്ളൂ. അഡ്വഞ്ചർ ഒക്കെ എന്തായാലും ഇത് കണ്ടിട്ട് ടോവിനോ ബേസിൽ കോണ്ടാക്ട് ചെയ്യും. If it happens, I'm sending you sweets. Sure, sure. Okay. Sweets. കുഴപ്പമില്ല. Manifestation. Okay, വേറെന്താ കേരളത്തിൽ എന്താ ഇഷ്ടം വേറെ? Actually, Kerala is my favorite place for vacation. எனக்கு ஏன் தெரியல, இங்க வந்தாலே ஒரு மாதிரி ஒரு பீஸ்ஃபுல்லா ஃபீல் ஆகும். பீப்புள், அந்த என்வாயர்மெண்ட் எல்லாமே ரொம்ப பாசிட்டிவ் எனர்ஜி. நான் இங்கே 4-5 டைம்ஸ் வந்திருக்கேன். எஸ்பெஷலி ஃபோர்ட் கொச்சி எனக்கு ரொம்ப ஃபேவரட். அங்கே நான் அப்படியே வாக் பண்ணியிருக்கேன், நிறைய வாட்டி சுற்றிருக்கேன். ஐ நோ ஆல் த கேஃபேஸ், மை பிரதர் லிவ்ஸ் தேர். ஸோ இங்கே வந்து எனக்கு ஆல்ரெடி ஒரு ஹோம் ஃபீலிங் இருக்குது. ஸோ ஐ விஷ் ஐ கெட் மோர் ப்ராஜெக்ட்ஸ் ஸோ தட் ஐ கேன் கம் ஹியர் ஆஃபன் அண்ட் பி அ பார்ட் ஆஃப் ஃபார் எவர் இன் கேரளா மாதிரி. எனக்கு அவ்வளோ பிடிக்கும். Yeah, I mean this. இல்ல நிஜமா சும்மா ஃபார் ஆப்பர்ச்சுனிட்டிஸ்க்காக நான் பேசல. ஆஸ் அ ஃபேனா ஐ லவ் மலையாளம் சினிமா. ஐ ஹாவ் ஹியூஜ் ரெஸ்பெக்ட் ஆன் மலையாளம் ஆக்டர்ஸ். ஏன்னா இங்கே வந்து எந்த ஒரு விதமான ஒரு நான் ஒரு சூப்பர் ஸ்டார், நான் இந்த மாதிரி ரோல் பண்ண மாட்டேங்கிற அந்த ஒரு பார்ஷாலிட்டி நான் யார்ட்டையுமே பார்க்கல. எவ்ரிபடி ஆர் கிரேட் ஆக்டர்ஸ், தே வில் ஆக்ட். ஐ லைக் ടോവിനേനും ബേസിലിനും അല്ലാതെ വേറെ ആരെയും അറിയാ? ലാലേട്ടൻ, മമ്മൂക്ക, ரெண்டு பேரையுமே ரொம்ப பிடிக்கும். எனக்கு இப்போ அந்த காதல் பார்த்தேன். காதல், how to pronounce that? காதல். யாரு அவ்வளோ பெரிய ஸ்டேச்சர்ல இருக்க எந்த சூப்பர் ஸ்டாருமே அவ்வளோ ரிஸ்கியான திங் பண்ண முடியுமானா சல்யூட். அவ்வளோ நல்ல மூவி. லைக் அந்த அளவுக்கு ஐ ஹாவ் ஹியூஜ் ரெஸ்பெக்ட் அண்ட் ரிகார்ட்ஸ். மஞ்சுமல் பாய்ஸ் மாதிரியான ஃபில்மாக இருக்கட்டும், எக்கோ, பாதகலம், இரட்டா. ടോവിനോയുടെ മൂവി പറ. புகைவண்டி தீவண்டி ரொம்ப பிடிக்கும் எனக்கு. I just love. இப்போ கூட இது லோகா 5 movies. ടോവിനോ 5 movies. നമുക്ക് സെലക്ഷൻ പ്രോസസ് ആണ്. ടൊവിനോ. തീവണ്ടി വേറെ ഏത് മൂവി? லோகா. ലോക്കല കുറച്ച് சம்மர் எனக்கு அந்த அளவுக்கு ஃபேன். டக்குன்னு கேட்டா எனக்கு தெரியல. ஆனா நான் நிறைய மலையாளம் மூவிஸ் லைக் ஜென்ரலாவே நிறைய பார்ப்பேன். பேசில் சார் எல்லாருமே பார்ப்பேன். ஃபஹத் ஃபாசில் சார் ஆவேஷம் நான் நிறைய வாட்டி பார்த்திருக்கேன். 5 டைம்ஸ் தியேட்டர்ல போய் பார்த்தேன். ഈ ബേസിൽ മൂവി പറഞ്ഞില്ലെങ്കിൽ ജനഗണമന. അതില് ബേസിൽ ഇടിക്കുന്ന സീനൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇടിച്ച് താഴെ ഇടുന്നു. ആക്ച്വലി അങ്ങനെ ഒരു റോൾ എനിക്ക് വേണം. ബേസിൽ ഇടിക്കാനുള്ള റോൾ വേണം. റൈറ്റ്. ബേസിൽ ചേട്ടന് ഇടിക്കാനുള്ള റോൾ അഭിരാമിക്ക് എന്തായാലും കിട്ടട്ടെ. പൊന്മാൻ. ഓക്കെ, அந்த மாதிரி நிறைய ஃபிலிம்ஸ். എന്തായാലും ബേസിലിന് നല്ല ട്രീറ്റ് ആണ്. ബേസിൽ ചേട്ടനെ ഇടിക്കണം, ടോവിനോന് എന്ത് ചെയ്യണം? ടോവിനോടെ കൂടെ റൊമാൻസ് ചെയ്യണം, പക്ഷെ ബേസിലിനെ ഇടിച്ചിരുന്നു. ഓക്കെ, വാട്ട് അബൌട്ട് തമിഴ് ആക്ടേഴ്സ്? தமிழ் ஆக்டர்ஸ் ஆப்வியஸ்லி எனக்கு சூப்பர் ஸ்டாரோட நடிக்கணும்னு ரொம்ப ஆசை. அது சின்ன வயசுல இருந்தே ஆசை. ஈவன் எனக்கு எங்க அம்மாவுக்கு ரொம்ப ஆசை நான் சூப்பர் ஸ்டாரோட நடிக்கணும்னு. ஸோ ஐ எம் ஸ்டில் மேனிஃபெஸ்டிங் தட். ஆப்வியஸ்லி விஜய் சாரோட பண்ணணும்னு ஆசை. பட் அதே ஃபீலிங். அஃப்கோர்ஸ் எல்லா ஆக்டர்ஸோடுமே ஒர்க் பண்ணணும்னு இருக்கு. വിജയ് സാർ ഒരു ഫീലിങ്സ് അല്ലേ?
I know. But I'm happy. ഓക്കെ, വാട്ട് അബൌട്ട് യുവൻ? എന്താണ് അടുത്ത് എങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്നാണ് ആഗ്രഹം? എങ്ങനെയുള്ള ഒരു കഥാപാത്രം ചെയ്യാനുള്ള വെറൈറ്റിയുടെ വെറൈറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചെയ്യും. ഓക്കെ, ഏത് ആക്ട്രസിന്റെ കൂടെ? അമ്മ അഭിരാമി. ഇല്ല, അങ്ങനെ എനിക്കില്ല. അത് ഓൾറെഡി ഡയറക്ടർ ചോയ്സ്, പ്രൊഡ്യൂസർ ചോയ്സ്. ബട്ട് ഓഫ് കോഴ്സ് യു ഹാവ് അല്ലേ? ഇല്ല, എനിക്ക് അങ്ങനെയില്ല. എനിക്ക് ക്യാരക്ടർ നന്നായിട്ട് ഗ്രിപ്പുള്ളതും ഡെപ്ത് ആയതുമാണെങ്കിൽ ഏത് ക്യാരക്ടർ എന്തും ചെയ്യും. ഓക്കെ, ഇതിൽ ഒരുപാട് സോങ്സ് ഉണ്ടോ? സോങ്സിന് പ്രാധാന്യം കൊടുക്കുന്ന മൂവിയാണ്. സോങ്സിനുണ്ട്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറിയുമായിട്ട് ബ്ലെൻഡ് ആയിട്ട് തന്നെ സോങ്സിന് റിക്വയർമെന്റ് വന്നതാണ്. നമ്മളായിട്ട് ഇത്ര സോങ് വെക്കണം എന്ന് പറഞ്ഞ് വെച്ചതൊന്നല്ല. ഇപ്പൊ ലവ് ഫോളോവിങ് ആണെങ്കിൽ അതിന്റെ ജേണി അതിൽ എനിക്ക് കാണിക്കണം. ലവ് അവർ രണ്ടുപേരുടെ ലവ് സോങ് ആണെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി എനിക്ക് കാണിക്കണം. കാരണം ഈ ഓവറോൾ ഒരു സ്റ്റോറിയിൽ ലവ് പോർഷൻ വരുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി മാക്സിമം കാണിച്ചാൽ മാത്രമാണ് അത് വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഈ 2 സോങ് അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെലിബ്രേഷൻ സോങ്സ് ഉണ്ട് 2 അത് അതിന്റെ ഒരു റിക്വയർമെന്റ്. ഫോക്ക് കൈൻഡ് ഓഫ് സോങ്സ് ആയിരിക്കും അല്ലേ കൂടുതൽ? അതെ 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 ആട്. അതെ അതെ, അത് അങ്ങനത്തെ സോങ് ഉണ്ട്. പിന്നെ മെലഡി, ലവിൽ മെലഡി യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓൾസോ നേരത്തെ ഒരു തല അറുത്ത് വെക്കുന്ന കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ തമിഴ്നാട്ടിലൊരു കസ്റ്റം തല അറുത്ത് പൂജാമുറി. തല അറുത്തിട്ടല്ല, അതായത് ഈ ആട് മരിച്ചുപോയി ഒരു 12-13 വർഷമാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ മരിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ അടക്കുന്നു അതിനെ. എന്നതിന് ശേഷം ആ ഒരു 6 മാസം 8 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ആ കുഴി ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഹെഡിൻ്റെ പോർഷനും ആ കൊമ്പും കൂടെ ചേർന്നുള്ള പോർഷൻ ഉണ്ടല്ലോ, അതാണ് എടുത്ത് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വെക്കുന്നത്. അതായത് ആ ആടിന്റെ ഒരു പ്രസൻസ് അവർ പൂജാ റൂമിലും കൂടി കൊണ്ടുപോയി വെക്കുന്നു എന്നതാണ്. മനസ്സിലായി. എനിവേ തമിഴ്സിൽ ഒരുപാട് ഇമോഷണലി കണക്ട് ആവുന്ന മൂവി ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് അവിടെ ഒരു വലിയ വിജയമായിരിക്കും. അതുപോലെ തന്നെ കേരള ഓഡിയൻസ് ഇതൊരു ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്. നമ്മുടെ മലയാളി ടീം, ടെക്നിക്കൽ ടീം എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഇത് അക്സെപ്റ്റ് ചെയ്യട്ടെ, ഇതുപോലൊരു കൺസെപ്റ്റ് മലയാളീസിന്റെ ഇടയിൽ കൂടെ കൊണ്ടുവരട്ടെ. സോ നല്ലൊരു വലിയ സക്സസ് ആവട്ടെ. എന്തായാലും വലിയ സക്സസ് ആവാൻ നമ്മുടെ എല്ലാവരുടെയും പ്രയർ ഉണ്ട്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടീം. Thank you.